إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 43-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അറഅയ്ത നബിയെ താങ്കൾ കണ്ടുവോ, മനിത്തഖദ ഇലാഹു, മനിത്തഖദ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്വീകരിച്ച ഒരുവനെ കണ്ടുവോ, ഇലാഹു അവന്റെ ആരാധ്യൻ, ഹവാഹു അവന്റെ ദേഹേച്ഛയാകുന്നു. സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ, ആരാധ്യനാക്കിയവനെ താങ്കൾ കണ്ടുവോ നബിയെ എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹ് ഇങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം നോക്കൂ നിങ്ങൾ. പലതരത്തിലുള്ള മുശ്രിക്കുകളും അവരുടെ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള പലതരത്തിലുള്ള ദൈവങ്ങളെയും കെട്ടിപ്പൊക്കുന്നത്. അവിടെ തന്നിഷ്ടപ്രകാരമാണ്, അവിടെ മനസ്സിന്റെ ഇച്ഛകൾക്കനുസൃതമാണ്, അവിടെ മനസ്സിൽ എന്ത് തോന്നുന്നോ വികലാശയങ്ങൾ അതിനനുസൃതമായിട്ടാണ്. നോക്കൂ നിങ്ങൾ, ബനി ഇസ്രായേലുകൾ ഒരു ചരിത്രം അല്ലാഹ് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സാമിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്വർണത്തിന്റെ കാളക്കുട്ടി ഉണ്ടാക്കി അതിന് പ്രത്യേകമായ അതിന്റെ മൂക്കിൽ കൂടി നോക്കൂ ഒരു കാറ്റ് ആ അടിച്ച് വീശുന്ന സമയത്ത് അത് പ്രത്യേകമായ ഒരു സൗണ്ടുണ്ടാക്കും. എന്നിട്ട് ബനി ഇസ്രായേലുകളോട് പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ ആരാധ്യൻ മൂസ നബി അലൈഹിസ്സലാം അത് പറയാൻ വിട്ടുപോയതാണെന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ ഈ സാമിരിയെ ഭരിച്ചതെന്നാണ്, അവന്റെ ഹവയാണ്, അവന്റെ തന്നിഷ്ടമാണ്. ഈ രൂപത്തിലാണ് ലോകത്ത് നടന്ന മുഴുവൻ വിഗ്രഹവൽക്കരണങ്ങളും അതുപോലെയുള്ള മുഴുവൻ ആരാധ്യ വസ്തുക്കളും ഉദയം കൊണ്ടത് ഈ രൂപത്തിലാണെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സ്വന്തം തന്നിഷ്ടപ്രകാരമാണ്, അല്ലാതെ അല്ലാഹു ഒരു അധികൃത രേഖയും അതിനൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് ഖണ്ഡിതമായല്ല പറയുന്നത്. അപ്പോൾ താങ്കളാണ് നബിയെ തഖൂനു അലൈഹി അവരുടെ മേലാകുക വക്കീലൻ, കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഉത്തരവാദിത്തപ്പെട്ടവൻ താങ്കളാകുമോ എന്നാണല്ലോ ചോദിക്കുന്നത്. കാരണം അവരെ കൃത്യമായും വ്യക്തമായും സിറാത്തൽ മുസ്തഖീമിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമാണെങ്കിലും നിരന്തരമായ ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരിക്കണം. അത്തരം ഉത്ബോധനങ്ങൾ മറഞ്ഞ രൂപത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് അല്ലാഹു സൂറ യാസീനിൽ കൂടി വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ അത് ഉപകാരപ്പെടും. പക്ഷേ ഈ രൂപത്തിൽ സ്വന്തം ദേഹേച്ഛയെ തന്നെ ഇലാഹാക്കി ആരാധിക്കുന്ന രൂപത്തിലുള്ളവരെ തിരുത്താൻ വലിയ പ്രയാസമാണെന്നാണ് നമുക്കല്ല പഠിപ്പിച്ചു തരുന്നത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.